കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന LDFന്റെ തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നു. അതിലേക്ക് 10,000-ൽ പരം പേർ വോട്ട് ചെയ്തു. ആ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് എത്ര? 45%. UDFന് 38%. BJP മുന്നണിക്ക് 12%. സർവേക്കാരൊക്കെ പറയുന്നത് അവർക്കാണ് സീറ്റ് കിട്ടുക എന്നാണ്. പക്ഷേ 50,000 വോട്ടർമാർ നടത്തിയ വിലയിരുത്തലിൽ ഇടതുപക്ഷ മുന്നണിക്കാണ് കേരളത്തിൽ മുൻതൂക്കം. 5,000 ആളുടെ അടുത്ത് പോയി സർവേ നടത്തി ചില ടെലിവിഷൻ ചാനലുകൾ UDFനാണ് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ, ജനങ്ങൾ നേരിട്ട് നടത്തിയ വോട്ടെടുപ്പിലാണ് ഇടതുപക്ഷം 45% വോട്ട് നേടിയിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനം ഇടതുപക്ഷത്തിലേക്ക് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തെളിയിക്കുന്നത്. ഇത് കണ്ടവരാണ് ഈ സാധ്യത അട്ടിമറിക്കാൻ പല പ്രചരണങ്ങളും നടത്തുന്നത്. അതിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, ക്രൈസ്തവ കേന്ദ്രങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നത്, ഇടതുപക്ഷ സർക്കാർ ചർച്ച് ആക്ട് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള സഭാ നിയമങ്ങൾക്കും പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങൾക്കും പുറമെ ഒരു നിയമവും ക്രൈസ്തവ മേഖലയിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി ഇക്കാര്യം വ്യക്തമാക്കി. നിയമപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് KT തോമസ് അദ്ദേഹത്തിന് ചില നിവേദനങ്ങൾ ലഭിച്ചതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചുകൊണ്ട് വെബ്സൈറ്റിൽ ഒരു കുറിപ്പിട്ടു. അതിൽ തങ്ങൾക്ക് ലഭിച്ച നിവേദനത്തെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി മാത്രമാണെന്ന് ജസ്റ്റിസ് KT തോമസ് വ്യക്തമാക്കിയിട്ടും ഗവൺമെന്റ് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു ഗവൺമെന്റ് അങ്ങനെ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്ന്. മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനൊരു നിയമം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന്. ഇത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ചെയർമാനായിരുന്ന നിയമപരിഷ്കാര കമ്മീഷനും ഇങ്ങനൊരു നിർദ്ദേശം വെച്ചപ്പോൾ VS ഗവൺമെന്റ് അത് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അത്തരം നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണം നടത്തുന്നത് ബോധപൂർവമാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസികളെ എങ്ങനെയാണ് തിരിച്ചുവിടേണ്ടതെന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു ശബരിമലയിൽ സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ നടത്തിയ പ്രചരണം. സഖാവ് സതീദേവി അതിവിടെ സൂചിപ്പിച്ചു. വിശ്വാസികൾക്കെതിരാണ് ഇടതുപക്ഷം എന്ന് പ്രചരിപ്പിക്കാനായിരുന്നു സമര കോലാഹലങ്ങൾ നടത്തിയത്. സുപ്രീം കോടതി വിധി പ്രകാരം എല്ലാ പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിപ്പിക്കാം. പക്ഷേ ഇടതുപക്ഷ സർക്കാർ എന്താണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടത്? ആ തീരുമാനമെടുത്തത് ഗവൺമെന്റ് അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല തീരുമാനിച്ചത്, സുപ്രീം കോടതിയാണ് തീരുമാനിച്ചത്. സുപ്രീം കോടതി തീരുമാനിച്ചെങ്കിലും ഗവൺമെന്റ് അവിടെ സ്ത്രീകളെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ത്രീകളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? 55 ലക്ഷം സ്ത്രീകൾ ജനുവരി 1 വനിതാ മതിലുണ്ടാക്കി. ശബരിമലയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഈ സംഘടന ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമലയിൽ എത്തുമായിരുന്നില്ലേ? അത് ഞങ്ങളുടെ ആരുടെയും ജോലിയിൽപ്പെട്ട കാര്യമല്ല. പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോകാം. സുപ്രീം കോടതിയും എല്ലാ സ്ത്രീകളും പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. ഈ തീരുമാനം നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട സർക്കാരിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ചിലർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാരിനെ ഇക്കാര്യത്തിൽ എന്തിനാണ് പാഠം പഠിപ്പിക്കുന്നത്? സർക്കാരാണോ ഈ തീരുമാനം ഉണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ പാഠം പഠിപ്പിക്കേണ്ടത് തീരുമാനം പറഞ്ഞ സുപ്രീം കോടതിയല്ലേ പാഠം പഠിപ്പിക്കേണ്ടത്? സുപ്രീം കോടതിയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കുന്നില്ല എന്നതല്ലേ വസ്തുത. പിന്നെ എങ്ങനെ സുപ്രീം കോടതിയെ പാഠം പഠിപ്പിക്കും? തരക്കേടില്ല, ചാലക്കുടി മണ്ഡലത്തിൽ സുപ്രീം കോടതി മത്സരിക്കും. നമുക്കിവിടെ ഒരു മത്സരമാക്കി മാറ്റാം. ഒരു ലോക്സഭാ മണ്ഡലത്തിലും സുപ്രീം കോടതി മത്സരിക്കില്ല. സുപ്രീം കോടതി തീരുമാനത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ നിയമപരമായിട്ട് ഇടപെടുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ തെരുവിൽ കലാപമുണ്ടാക്കാൻ പുറപ്പെടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരീകരിക്കാൻ,
കലാപമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു പദ്ധതിയായിരുന്നു. അത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായതോടുകൂടി 55 ലക്ഷം വനിതകൾ മതിൽ തീർത്ത് ഈ കേരളം സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയാണെന്ന് ഉദ്ഘോഷിച്ചതോടുകൂടി പഴയതുപോലെ ആ പ്രചരണം ഏശുന്നില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ മറ്റൊരു പ്രചരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് മാർക്സിസ്റ്റ് അക്രമം, കമ്മ്യൂണിസ്റ്റ് അക്രമം. ഇനിയിപ്പോൾ എല്ലാ പ്രചരണവും മാർക്സിസ്റ്റ് അക്രമം. അതാണ് ഇലക്ഷൻ കാലത്ത് എപ്പോഴും അവരുടെ തുരുപ്പിച്ചിട്ടാണ് അവസാനം പറയുന്നതാണ് മാർക്സിസ്റ്റ് അക്രമം. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാസർഗോഡ് ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായി. 2 കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ടു. ആ സംഭവം നടക്കാൻ പാടില്ലാത്തതാണ്. അത്തരത്തിൽ ഉള്ള സംഭവം ഉണ്ടായപ്പോൾ CPIM അത് തെറ്റാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. അവിടെ അതിനു മുമ്പ് കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ CPM തയ്യാറായില്ല. പാർട്ടി മുൻകൈയെടുത്ത് ഒരക്രമ സംഭവം കേരളത്തിൽ നടത്താൻ പാടില്ല. സമാധാനമാണ് സ്ഥാപിക്കേണ്ടത്. അതിന് പാർട്ടി പ്രവർത്തകന്മാർ ഇടപെട്ട് സമാധാനം സ്ഥാപിക്കണം. നിയമം കയ്യിലെടുക്കരുത്. നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. തെറ്റ് ചെയ്യുന്നവരെ നിയമപരമായി നടപടി സ്വീകരിക്കണം. നമ്മുടെ കുറേ വീടുകൾ അവിടെ ആക്രമിച്ചു, പാർട്ടി ഓഫീസ് ആക്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഇങ്ങനൊരു സംഭവം നടത്തുന്നതിനും യാതൊരു ന്യായീകരണവുമില്ല. പാർട്ടി ഓഫീസ് ഇപ്പോൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ, വീടുകൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ പൊതുമുതൽ നശീകരണ നിയമം തന്നെ കേസെടുത്ത് ശിക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് വിട്ടുകൊടുക്കണം. അതിനു പകരം നമ്മളാരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇതുകൊണ്ടാണ് ആ സംഭവത്തിൽ ഒരു പരസ്യമായ നിലപാട് പാർട്ടി സ്വീകരിച്ചു. ഒരു തരത്തിലുള്ള ന്യായീകരണത്തിനും തയ്യാറായില്ല. കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വേണമെന്നാണ് ഇടതുപക്ഷ മുന്നണി ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല. അക്രമരഹിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അങ്ങനെ വന്നാൽ രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കും. രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കുമ്പോൾ ആളുകൾ എതിർചേരിയിലുള്ളവർ ഇപ്പുറത്തേക്ക് വരും. നമ്മുടെ നിലപാടാണ് ശരിയെന്ന് ജനങ്ങൾക്ക് തോന്നണമെങ്കിൽ സമാധാനമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ അത്തരം ചർച്ചകൾ നടക്കുകയുള്ളൂ. ഒരു കാരണവശാലും അക്രമത്തിൽ പങ്കാളികളാകാൻ പാടില്ല. അപ്പോൾ പത്രക്കാരിപ്പോൾ പറയുന്നത് ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ? നേരത്തെ പറഞ്ഞതല്ല ഇപ്പോൾ CPM പറയുന്നതിൻ്റെ അർത്ഥം. പാർട്ടി പറയുന്നു പണ്ട് പലതും നടന്നിട്ടുണ്ട്, വിവിധ കക്ഷികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി എല്ലാ പാർട്ടികളും ചേർന്നൊരു പുതിയ സംസ്കാരത്തിന് രൂപം കൊടുക്കാൻ കഴിയുമോ? അതിന് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് തയ്യാറാണ്. അതിൽ സഹകരിക്കാൻ CPIM തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇതേ നിലപാട് മറ്റ് കക്ഷികൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അതാണ് ഇന്ന് ഉയർന്നു വരുന്ന ചോദ്യം. ഈ സംഭവത്തിൽ പങ്കെടുത്ത CPMകാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതുമായി ബന്ധപ്പെട്ട ഒരു സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും സർക്കാർ കർശനമായ നിലപാടെടുക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് അത്തരം അക്രമങ്ങൾ കാണിച്ചവരെ പുറത്താക്കാൻ തയ്യാറുണ്ടോ? കൊല്ലത്ത് ഡിസംബർ മാസം 29-ന് പവിത്രേശ്വരത്ത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ദേവദത്തിനെ കോൺഗ്രസ് വെട്ടിക്കൊന്നു. അവരെ പാർട്ടി കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടോ? നടപടിയെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? മുൻകാലത്തത് പോകട്ടെ, ഈ സംഭവത്തിൽ എടുത്തിട്ടുണ്ടോ? ഈ സംഭവം പെരിയയിൽ നടന്നതിന് ശേഷം അവിടെ നിരവധി വീടുകൾ ആക്രമിച്ചു കോൺഗ്രസ്സുകാർ. 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ആ സംഭവത്തിന് നേതൃത്വം കൊടുത്തവർക്ക് നേരെ ഒരു നടപടിയെങ്കിലും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ന് അക്രമത്തിനെതിരെ സംസാരിക്കുന്ന കോൺഗ്രസും BJPയും അവർ അക്രമത്തെക്കുറിച്ച് പറയാൻ അവർക്ക് അർഹതയില്ല എന്നത് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ അക്രമം നടത്തിയത് കോൺഗ്രസും BJPയുമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് അവരൊരു കാര്യം മനസ്സിലാക്കണം. അക്രമത്തിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾക്കെതിരെ 4 വിരലുകളാണ് ചൂണ്ടപ്പെടുന്നത് എന്ന വസ്തുത കോൺഗ്രസും BJPക്കാരും മറന്നു പോകരുത്. ഏതായാലും ഇടതുപക്ഷ മുന്നണി സമാധാനത്തിന് വേണ്ടി നിലകൊള്ളും. അതുകൊണ്ടാണ് ഈ ജാഥയിൽ വികസനം,
സാമൂഹ്യ നീതി, സമാധാനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സമാധാനപൂർവമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കേരളത്തിൽ വികസനം ഉണ്ടാക്കണമെന്നും സാമൂഹ്യനീതി കൈവരിക്കണമെന്നുള്ള ലക്ഷ്യമാണ് ഇടതുപക്ഷത്തിലുള്ളത്. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ ഇലക്ഷൻ്റെ പ്രവർത്തനത്തിൽ സഖാക്കൾ കേന്ദ്രീകരിക്കണം. ചാലക്കുടി മണ്ഡലത്തിൻ്റെ കാര്യം ഈ പെരുമ്പാവൂർ ഒന്ന് പ്രത്യേകം നോക്കണം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അനുഭവം വേണം. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. ചെറിയ വോട്ടും വലിയ വോട്ടും മുൻപുണ്ടായതിനെപ്പറ്റി ആലോചിച്ച് ഇപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല. 2004 നമ്മൾ 18 സീറ്റിൽ ജയിച്ചു. അന്നൊരു സീറ്റ് തോറ്റു, മൂവാറ്റുപുഴ. 560 വോട്ടിനാണ് തോറ്റത്, ഒരു പാർലമെൻറ്റ് മണ്ഡലം. അശ്രദ്ധയുണ്ടായാൽ എങ്ങനെയാണ് ഒരു മണ്ഡലം തോക്കുന്നത്? ചെറിയൊരു നീക്കം നടത്തിയിരുന്നെങ്കിൽ ആ മണ്ഡലം വന്ന് ജയിക്കുമായിരുന്നു. അന്ന് മുകുന്ദപുരം മണ്ഡലം സഖാവ് ലോനപ്പൻ നമ്പാടനാണ് മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്ത് ഒരിക്കലും ഇടതുപക്ഷം ജയിക്കില്ല എന്നായിരുന്നു ധാരണ. പാർട്ടി ചർച്ച ചെയ്ത് ലോനപ്പൻ നമ്പാടനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. ലോനപ്പൻ നമ്പാടനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വേണോ? തീരെ ജയിക്കാത്തൊരു സീറ്റിൽ എന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്താ വേണ്ടത്? ഞാൻ എപ്പോഴും ഇലക്ഷനിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കാറ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്വതന്ത്രനായിട്ട് വേണമെങ്കിൽ നിൽക്കാം. ഞങ്ങൾ പറഞ്ഞു, പോരാ, നിങ്ങൾ നമ്മുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം. നിങ്ങളിപ്പോൾ പാർട്ടി മെമ്പറാണ്. ആളുകളോട് കളവൊന്നും പറ്റൂല. മെമ്പറാണെങ്കിൽ മെമ്പറാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പാർട്ടിയിൽ നിൽക്കണം. അല്ലെങ്കിൽ മെമ്പറായ ആൾ സ്വതന്ത്രനാണെന്ന് പറഞ്ഞ ആൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു. വളരെ വിഷമം. ഈ അരിവാൾ ചുറ്റിക കണ്ടാൽ കന്യാസ്ത്രീകൾ വോട്ട് ചെയ്യില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ. പക്ഷേ ഇലക്ഷനായ ദിവസം എന്ത് നടന്നു? കന്യാസ്ത്രീകൾ നിരന്ന് അങ്ങ് കുത്തിക്കൊടുത്തു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ലോനപ്പൻ നമ്പാടൻ. നമ്പാടൻ തന്നെ പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വളരെ ശരിയായിരുന്നു. ചിഹ്നമൊന്നും നോക്കൂല. ഇലക്ഷൻ കാലത്ത് ആളുകൾ തീരുമാനിച്ചാൽ ഏത് ചിഹ്നത്തിലും വോട്ട് ചെയ്യും എന്നെനിക്ക് മനസ്സിലായത്. അന്ന് ചരിത്രം സൃഷ്ടിച്ചു മുകുന്ദപുരം. ഇങ്ങനെ ഒട്ടേറെ മണ്ഡലങ്ങൾ. അവിടെ മഞ്ചേരി, മുസ്ലിം ലീഗിനെ മാത്രം ജയിപ്പിച്ച മഞ്ചേരി, അന്നാണ് ഒരിക്കലും ജയിക്കില്ലെന്ന് കരുതിയ മണ്ഡലം. സഖാവ് ടി കെ ഹംസ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച് പാർലമെന്റിലേക്ക് എത്തി. അതുകൊണ്ട് ഇലക്ഷനിൽ പഴയകാല കണക്കും വോട്ടും കൂട്ടിയിരിക്കരുത്. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയണം. അതിന് ഇനിയുള്ള ദിവസം ഒരു മണിക്കൂറെങ്കിലും പ്രവർത്തിക്കണം. ഈ സന്ദേശം നിങ്ങൾക്ക് നൽകാനാണ് ഈ ജാഥ ഇവിടെ എത്തിയത്. ജാഥയ്ക്ക് നൽകിയ ആവേശോജ്വലമായ വരവേൽപ്പിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.